ഏവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആയവരിൽ ഏവരിലും നിലകൊള്ളുന്ന സർവ ചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് കാലത്തെ സ്മരിച്ചുകൊണ്ട് ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ആഴ്ചകളെ സ്മരിച്ചുകൊണ്ട് മാസങ്ങളെ സ്മരിച്ചുകൊണ്ട് വർഷങ്ങളെ സ്മരിച്ചുകൊണ്ട് ഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു ഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വര്യമൂർത്തികളെയും ദേവി ദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദസ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും നല്ലമ്മയെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള സർവർഷീശ്വരന്മാരെയും സർവ്വ ആചാര്യന്മാരെയും സർവ്വ പണ്ഡിതന്മാരെയും സ്മരിച്ചുകൊണ്ട് എവർക്കും നമസ്കാരം, പ്രണാമം. തുടരുന്നു ശരീരമാകുന്ന വാഹനവും യജമാനനാകുന്ന മനസ്സും ഡ്രൈവറാകുന്ന ആത്മാവും യുക്തിയും വ്യക്തിയും 5 ഉപമ വെച്ചുകൊണ്ട് തുടരുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഗുരുജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ ജീവിത നിഷ്ഠാചര്യ തുടരണം എന്ന് ബോധിപ്പിക്കുവാനായിക്കൊണ്ടെന്ന് ബോധ്യപ്പെടുത്തുവാനായിക്കൊണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നു ഉദ്ദേശിച്ചുകൊണ്ട് തുടരുന്നു. വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നു. വർണ്ണനകളും അലങ്കാരങ്ങളും ചമയങ്ങളും കൊണ്ടൊരുക്കുന്നു വാക്കുകൾ. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വാക്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. നല്ലതാണ് പറയുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ ഒരല്പസമയം ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഏവരും ഓരോരുത്തർക്കു വേണ്ടിയും, ഇന്നത്തേക്ക് വേണ്ടിയും നാളത്തേക്ക് വേണ്ടിയും, ഇരിക്കുന്ന സമയവും പോകുന്ന സമയവും ആയതിലേക്ക് വേണ്ടിയും ശുദ്ധമായിട്ടുള്ള കർത്തവ്യങ്ങളും കർമ്മങ്ങളും നിർവഹിക്കുവാനായിക്കൊണ്ടും ആയതിലൂടെ ജീവിക്കുവാനായിക്കൊണ്ടും ആയതിലൂടെയുള്ള ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാനായിക്കൊണ്ടും പരമാനന്ദകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. വരാനിരിക്കുന്നതായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള പരമാനന്ദം ആ ആനന്ദം നമ്മൾ അനുഭവിക്കേണ്ടവരാണെന്നറിയണം. ജന്മം കൊണ്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിലൂടെ ജനിച്ച നമ്മൾ കർമ്മം കൊണ്ട് മാതാവിൻ്റെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം. ആയതാവണം നമ്മുടെ കർത്തവ്യവും കർമ്മവുമെല്ലാം അപ്രകാരമായി തീരണം. നല്ലത് ചെയ്തുകൊണ്ട് ശീലിക്കണം ഏവരും. നല്ലത് പറഞ്ഞുകൊണ്ട് ശീലിക്കണം ഏവരും. സത്യം പറഞ്ഞുകൊണ്ട് ശീലിക്കണം ഏവരും. അസത്യമാർഗങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണെന്ന് പറയുന്നു. ആയതിൻ്റെ സമയം ഒരുപാട് അധികരിച്ചു എങ്കിലും അറിയുന്ന പക്ഷം തിരുത്തപ്പെടണം. അധർമ്മത്തിലൂടെയുള്ള യാത്ര നമ്മൾ അവസാനിപ്പിക്കണം. അക്രമത്തിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കണം. മതത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നതെല്ലാം മതത്തിന് വേണ്ടി, ആളുകളെ കൂട്ടുവാൻ വേണ്ടി
അപ്രകാരമുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷിക്കാമെന്നും തരാമെന്നും കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്നതൊന്നും ശരിയല്ലെന്നറിയണം. അതൊരു ഈശ്വരനും ഒരു അള്ളാഹുവും ഒരു ക്രിസ്തുവും അനുവദിച്ച കാര്യങ്ങളല്ല. അത് അനുവദിച്ചത് ആണെന്ന് പറഞ്ഞു പരത്തിയതാരോ അത് അവരുടെ അജ്ഞത കൊണ്ടാണെന്നറിയണം. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ നോക്കിയല്ല വിവരിക്കുന്നത്. അജ്ഞാനികളായിട്ടുള്ളതാരോ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർക്കണം. ആരെയും ഏതൊരുത്തനെയും ഏതൊരു മതത്തെയും അല്ല ധ്വംസിക്കുന്നതും ഹിംസിക്കുന്നതും. വേണ്ടാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളവരെയാണ് ഇപ്രകാരം വാക്കുകളിലൂടെ നമ്മൾ കുറ്റപ്പെടുത്തുവാനായി ഉദ്ദേശിക്കുന്നു. കുറ്റപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നന്മയ്ക്കുതകുന്ന രീതിയിൽ, മാനുഷിക മൂല്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും ഗുണപ്രദമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. ഏതൊരു മനുഷ്യനും ഏതൊരു മതമായാലും മനുഷ്യൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനായി മാറണം. ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും അവൻ മനുഷ്യനായി തന്നെ നിലകൊള്ളണം. അപ്രകാരമുള്ള വാക്കുകളാണ് പറയുന്നത്, വിവരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ ഉള്ളതല്ല വാക്കുകൾ. രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളാണ് പറയുന്നതെന്നറിയണം. ഇന്ന് ജീവിക്കുന്ന നിലവാരങ്ങൾ അബദ്ധങ്ങൾ കൊണ്ടോ അസ്വസ്ഥത കൊണ്ടോ ആണെങ്കിൽ നമുക്ക് അപ്രകാരമുള്ള ഈ കെട്ടുപാടുകളിൽ നിന്ന് മുക്തരാവേണ്ടതായിട്ടുണ്ട്. നന്മയുടെ പാതയിലേക്ക് നമ്മൾ ഇറങ്ങണം. നന്മയുടെ പാതയിലൂടെ ജീവിക്കണം. ആ ജീവിതമാകുന്ന മാധുര്യമായിട്ടുള്ള മധുരം നുണഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ശാന്തിയോടും സ്വസ്ഥതയോടുകൂടിയും സ്വൈര്യത്തോടും കൂടി മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. ആയതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു കാലത്തെ കാത്തു നിൽക്കേണ്ടതില്ല. നമ്മൾ ഓരോ നിമിഷവും നമുക്കുള്ള നല്ല കാലമാണെന്നറിഞ്ഞുകൊണ്ട് പോയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതെ കണ്ട് വരും കാലങ്ങളെ ഓർത്ത് വരും നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ജീവിക്കണം. വരുന്നതെല്ലാം നിലകൊള്ളുന്നത് നല്ല കാലമാണെന്നോർത്ത് ജീവിക്കണം. നമുക്കുണ്ടായിട്ടുള്ള കാലങ്ങളെല്ലാം കാലം നല്ലത് തന്നെ ആയിരുന്നു. പക്ഷേ നമ്മുടെ കോലം ആയതിന് ഉതകുന്നതല്ലാത്തത് കൊണ്ട് നമുക്കൊരുപാട് ദുഷ്ടകാലങ്ങളായി മാറി എന്നുള്ളതാണ് പരമാർത്ഥം എന്ന് തിരിച്ചറിയണം ഏവരും. അസ്വസ്ഥത അപ്രകാരം വന്നതല്ലേ? അശുദ്ധമായിട്ടുള്ള നിലയും നിലനിൽപ്പുമെല്ലാം അപ്രകാരം വന്നതല്ലേ? രോഗദുരിതങ്ങളും ദോഷങ്ങളും അപ്രകാരമെല്ലാം ഉണ്ടായി വന്നതല്ലേ? ചിന്തിച്ചുകൂടെ ഏവർക്കും? നിന്നെ രക്ഷിക്കുവാനും നിന്നെ ശിക്ഷിക്കുവാനും ഉതകുന്നതൊന്ന് ഒരു ശക്തി ഏവരിലും ഉണ്ടായിട്ടില്ലേ? ഏവരിലും നിലകൊള്ളുന്നില്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്താണോ ആയതൊന്ന് തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനറിയാതെ ഒരുപാട് എന്നെ അറിഞ്ഞുകൊണ്ട് ഒരു ശക്തി എന്നിൽ തന്നെ നിലകൊള്ളുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ധന്യരായി. പിന്നീട് നിങ്ങൾക്ക് ആരും ശത്രുക്കളല്ല, നിങ്ങൾക്ക് എല്ലാവരും മിത്രങ്ങളായി മാറുന്നു. ലോകത്തിലുള്ള സർവചരാചര വസ്തുക്കളും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമെല്ലാം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ ഓർത്തു പോകുന്നു. നിങ്ങൾ അറിയുന്നു. ലോകത്തിലുള്ളതെല്ലാം നിങ്ങളുടേത് തന്നെയാണ്. മക്കളും മരുമക്കളും മാതാപിതാക്കളും രക്ഷിതാക്കളും ഗുരുക്കന്മാരും പണ്ഡിതന്മാരും ഋഷീശ്വരന്മാരും എല്ലാം ദേവീദേവന്മാരും സർവ്വചൈതന്യങ്ങളും നിങ്ങളുടേത് തന്നെയാണെന്നും സർവ്വവസ്തുക്കളും ചരാചരങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും സസ്യലതാദികളും എല്ലാം നിങ്ങളുടേത് തന്നെയാണെന്നറിയുന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് വിലക്കുള്ളത്? നമുക്കെവിടെയും വിലക്കില്ല. നമ്മൾ ആരാലും അശുദ്ധരുമല്ല. നമ്മൾ പരിപൂർണമായിട്ടുള്ള വിശുദ്ധരാണെന്ന് തിരിച്ചറിയണം ഏവരും. എൻ്റെ നിറമോ എൻ്റെ ജാതിയോ എൻ്റെ മതമോ അല്ല. എൻ്റെ രൂപം മനുഷ്യൻ്റെ രൂപമാണ്. ഞാനൊരു മനുഷ്യൻ്റെ ജന്മത്തിൽ പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ കാലം മുതൽ, സമയം മുതൽ, നിമിഷം മുതൽ അറിയണം. ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മളുടേത് തന്നെയാണ്. ആയതിനെ
ശാന്തിയോടുകൂടിയും സ്വസ്ഥതാഭാവത്തോടു കൂടിയും സ്വസ്തിഭാവത്തിൽ നിന്നുകൊണ്ടും കാണണം ഏവരും. അക്രമ സ്വഭാവമില്ലാതെ കണ്ട്, അശുദ്ധിയുടെ സ്വഭാവമില്ലാതെ കണ്ട്, ശുദ്ധ മനസ്സോടുകൂടി, സ്നേഹമനസ്സോടുകൂടി, ശാന്തിയോടുകൂടി ഏവരെയും കാണുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നമ്മളെല്ലാവരും. സമൂഹത്തെ ആഗമനം നല്ല മനസ്സോടുകൂടി നല്ല മനുഷ്യനായി വാഴണം, വളരണം. അപ്രകാരം വളരണം നമ്മുടെ കുഞ്ഞുങ്ങളും. കുഞ്ഞുമക്കൾ നല്ലതറിഞ്ഞുകൊണ്ട് വളരണം. അവർ നല്ലവരായി വളരണം, ജീവിക്കണം. നമ്മളുള്ള കാലം മുതൽ അവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടും അവരെ കൊണ്ട് നല്ലത് പറയിച്ചുകൊണ്ടും നമ്മളവരെ ഉദ്ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കൾ നല്ല രക്ഷിതാക്കളായി മാറേണ്ടതായിട്ടുണ്ട്. ഗുരുക്കന്മാർ നല്ല ഗുരുക്കന്മാരായി മാറേണ്ടതായിട്ടുണ്ട്. നല്ല ശിഷ്യന്മാരെ വളർത്തുവാനായിക്കൊണ്ട്, ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ട് ഗുരുക്കന്മാർ അപ്രകാരമുള്ള നല്ല തലത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള ജീവിത നിഷ്ഠയും ചര്യയും കുഞ്ഞുമക്കൾക്കായിക്കൊണ്ട് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അപ്രകാരമുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലൂടെയുള്ള വിദ്യ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിനും മനുഷ്യനും ഗുണപ്രദമായിട്ടുള്ള, പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഗുണപ്രദമായിട്ടുള്ള ജീവിതചര്യയും അറിവും ആയവർക്കേവർക്കും പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സമൂഹവും സർവ്വവിദ്യാലയങ്ങളും, അത് മതപഠന കേന്ദ്രമായിരുന്നാലും വിദ്യാകേന്ദ്രങ്ങളായിരുന്നാലും അപ്രകാരമുള്ള നന്മയിലൂടെ മാത്രമേ വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കാവൂ. അപ്രകാരമുള്ള വിദ്യയാണ് അവർ ഏവരും നേടേണ്ടതാണെന്നും പറയുന്നു. നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകണം, നല്ലതായി ജീവിക്കണം. നല്ല ജീവിതചര്യയിലൂടെ ഏവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആരിൽ നിന്നും ഉയർന്നവനും ഞാൻ ആരിൽ നിന്നും താഴ്ന്നവനുമല്ല എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും സമഭാവനക്കാരായി കണ്ടുകൊണ്ട് സമത്വത്തോടു കൂടി മുന്നോട്ട് പോകണം. സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ആയതിൽ ഉൾക്കൊള്ളാതെ കണ്ട് സമൂഹത്തിൽ ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഉദ്ധരിക്കണം ഏവരാലും. അപ്രകാരമുള്ള കർമ്മചിന്തകളിലൂടെ, പ്രവൃത്തി ചിന്തകളിലൂടെ നമ്മളേവരും സമൂഹത്തിലൂടെ മുന്നോട്ട് പോകണം. നല്ലതിലേക്ക് വേണ്ടി, നല്ല രാജ്യത്തിന് വേണ്ടി, നല്ല ലോകത്തിന് വേണ്ടി അപ്രകാരം വാഴണം നമ്മളേവരും. നമ്മളെ മറ്റുള്ള ഏതെങ്കിലും ഒരു ശക്തി വാഴുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നമ്മൾ പുറകോട്ട് വരണം. അവരെ പിന്തള്ളുവാനായിക്കൊണ്ട് നമ്മുടെ മനസ്സും പ്രവൃത്തികളും അപ്രകാരമുള്ളതാവണം. ആയവ ഏതായിരുന്നാലും ശരി, ഏവരും ഒന്നിച്ച് നിലകൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു ഭരണാധികാരിയെയോ അല്ല കുറ്റപ്പെടുത്തുന്നത്, പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഭരണകർത്താക്കളെ ആയതിൽ നിന്നും പുറത്തേക്ക് കളയണം എന്നുള്ള ഒരു ധർമ്മനിഷ്ഠ ഏവരിലും വരേണ്ടതായിട്ടുണ്ട്. അപ്രകാരമുള്ള അധർമ്മപരമായിട്ടുള്ള ഭരണകർത്താക്കളെ അപ്രകാരമുള്ള ഭരണ ചുമതലകളിൽ നിന്നും പുറത്താക്കപ്പെടേണ്ടതായിട്ടുള്ള സന്ദർഭവും സമയവും അധികരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആരെയും വ്യക്തിവൈരാഗ്യം കൊണ്ടോ പാർട്ടി വൈരാഗ്യം കൊണ്ടോ അല്ല വർണ്ണിക്കുന്നത്. ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള കർമ്മങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. ആയതന്നെ അനുഭവിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്. കുറച്ച് ചെയ്യുന്നത് നല്ലതും കൂടുതൽ നല്ലതല്ലാത്തതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഭരണകർത്താക്കൾ. വാക്കുകൾ കൊണ്ടും ഭരണം കൊണ്ടും മനുഷ്യനെ കുത്തി നോവിപ്പിക്കുന്നതായിട്ടുള്ള ഭരണം, അത് നമുക്ക് വേണ്ട. അത്തരം ഭരണകർത്താക്കളെ നമുക്ക് വേണ്ടതായിട്ടില്ല. അവരെ നമ്മൾ എപ്പോഴോ പുറത്താക്കേണ്ടതായിട്ടുള്ള സമയം അധികരിച്ചിരിക്കുന്നു. കുത്തി നോവിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കൾ അവർ കാട്ടാള വേഷം കൊണ്ട്
വാഴുമകയാണ്, ഞാനൊരു നാട്ടാളനാണെന്നുള്ള ഭാവത്തോടു കൂടി അവൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവൻ കാട്ടാളനായി തന്നെ തുടരുന്നു. പറയുന്നതിൽ വിഷമമുണ്ട്. അപ്രകാരം ചെയ്യുന്നവരെ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. സത്യസന്ധമായി ചിന്തിക്കുന്നവരെയും ഭരിക്കുന്നവരെയും ഉദ്യോഗാർത്ഥികളെയും അധ്യാപകരെയും ഭരണാധികാരികളെയുമല്ല ഉദ്ദേശിച്ചത്. അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സത്യപ്രസ്താവന ചെയ്ത് അധർമ്മത്തിലൂടെ ഭരണം നടത്തുന്നവരെയും ഭരിക്കുന്നവരെയുമാണ്, തെറ്റ് ചെയ്തവരെ മാത്രം മുന്നം വെച്ചുകൊണ്ടാണ് പറയുന്നതെന്നറിയണം. ഏവരും നല്ലതറിഞ്ഞ് ജീവിക്കണം, നല്ലത് ചെയ്ത് ജീവിക്കണം, നല്ലതിലൂടെ ജീവിക്കണം. ഏവർക്ക് വേണ്ടിയും ശാന്തിക്കും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി സത്യധർമാദി കർമ്മങ്ങളോട് കൂടി മുന്നോട്ട് പോകണം ഏവരും. ഏവർക്കും നന്ദി, നമസ്കാരം.